നമസ്കാരം. കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സുരക്ഷിതമാകേണ്ട സീറ്റായിരുന്നു പാലക്കാട്. കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ 50,000 വോട്ടാണ് അവിടെ പിടിച്ചത്. വെറും 3,900 വോട്ടിനാണ് ഷാഫി പറമ്പിൽ ശ്രീധരൻ എന്ന് പറയുന്ന കരുത്തനായ ആളെ തോൽപ്പിച്ചത്. വെറും 4,000 വോട്ട് പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ വോട്ട് വഴി വിജയിക്കാൻ പറ്റുമായിരുന്നു. നമുക്കറിയാം, തൃശ്ശൂരിൽ 1,18,000 വോട്ടുകളാണ് സുരേഷ് ഗോപി പിടിച്ചെടുത്തത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പാലക്കാട് അങ്ങനെ വോട്ട് പിടിക്കാതെ വന്നത്? അതിന് പിന്നിൽ നടന്ന നാടകം എന്താണ്? അതിന് പിന്നിൽ നടന്ന കള്ളക്കളികൾ എന്താണ്? ഇതിനു വേണ്ടി പണം എത്തിയിരുന്നു? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പാലക്കാട് സന്ദീപ് വാര്യരെ ആരാണ് പുറത്താക്കിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് പുറത്താക്കിയത്? അപ്പോൾ ഇവിടെയെല്ലാം ഇത്തരം കാര്യങ്ങൾ വളരെ സജീവമായി ചർച്ചയ്ക്ക് വരുന്നൊരു സമയമാണ്. അതിൽ കൃത്യമായി പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പരിപൂർണ ഉത്തരവാദി കെ സുരേന്ദ്രനാണ്. പാലക്കാട് കൃത്യമായി പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പാർട്ടിയുടെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു. അവിടെയുള്ള ബി ജെ പിയുടെ താഴെ തട്ടുള്ള ഘടകങ്ങൾ, പ്രത്യേകിച്ച് കൗൺസിലർമാർ ഒറ്റക്കെട്ടായി ശിവരാജനടക്കമുള്ള ആളുകൾ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ എന്നാണ് പറഞ്ഞത്. എന്നാൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രൻ കൃഷ്ണകുമാറിനോട് നിർബന്ധിച്ച്, കൃഷ്ണകുമാറിന് താല്പര്യമുണ്ടായിരുന്നില്ല ഇലക്ഷൻ നിൽക്കാൻ, എന്നാൽ ഒരിക്കലും ശോഭാ സുരേന്ദ്രൻ വരരുത് എന്നുള്ള ആഗ്രഹത്തോടെ കൃഷ്ണകുമാറിനെ നിർബന്ധിച്ച് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. എന്തായിരുന്നു സുരേന്ദ്രൻ്റെ ലക്ഷ്യം? ശോഭാ സുരേന്ദ്രനെ തടയുക, അതോടൊപ്പം ഏത് വിധേനയെങ്കിലും സീറ്റ് പിടിച്ചെടുക്കുക, അതോടൊപ്പം ഒരു 10 കോടി രൂപ കയ്യിലേക്ക് അടിച്ചെടുക്കുക എന്നുള്ള പരിപാടി കൂടിയാണെന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് വരുന്നത്. ഇവിടെ ഏകദേശം 10 കോടി രൂപ പാലക്കാട് പിടിച്ചെടുക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി ഇവിടെ ഹവാല വഴി എത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 3 കോടി രൂപ മാത്രമേ വന്നുള്ളൂ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും 10 കോടി രൂപ അവിടെ എത്തിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കെ സുരേന്ദ്രനായിരുന്നു അവിടുത്തെ നേതൃത്വം കൊടുത്തത്. മറ്റൊരു സ്ഥലത്തും പോകാതെ, അതായത് വയനാട്ടിലേക്ക് പോകാതെ, അതേപോലെ ആലത്തൂരിലേക്ക് പോകാതെ ഇവിടെ മാത്രം തമ്പടിച്ച് കഴിഞ്ഞ 40 ദിവസമായി പ്രവർത്തിച്ചിട്ടും അവസാനം ബി ജെ പി 3-ാം സ്ഥാനത്ത് എത്താതിരുന്നത് ഭാഗ്യം. 10,000-ഓളം വോട്ടുകളാണ് പാലക്കാട് ഒലിച്ചു പോയത്. പാലക്കാട് ഈ 10,000 വോട്ടുകൾ എങ്ങനെ ഒലിച്ചുപോയി? അതിന് കാരണം കെ സുരേന്ദ്രൻ തന്നെയാണ്. ഏകപക്ഷീയമായ തീരുമാനങ്ങളായിരുന്നു എല്ലാ സമയത്തും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ടിയിലെ എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു നേതാവായി വളരേണ്ട സുരേന്ദ്രൻ വ്യക്തിവൈരാഗ്യം തീർക്കുകയായിരുന്നു പലരോടും. അതിൻ്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർക്ക് അവസാനം ഗത്യന്തരമില്ലാതെ കോൺഗ്രസ്സിൽ എത്തേണ്ടി വന്നത്. അങ്ങനെയുള്ള സന്ദീപ് വാര്യർ പോയാൽ ഒരു മണ്ണാങ്കട്ടി, ഒരു ചുക്ക് സംഭവിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ പാർട്ടി സെൻറ്ററുകളിലെല്ലാം തന്നെ വോട്ട് നിർജ്ജീവമായി, വോട്ട് ചെയ്യാൻ പോയില്ല. മാത്രമല്ല പല സ്ഥലങ്ങളിലും അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ പിതാവ് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ള വാചകം എന്താണ്? വാര്യർ സമുദായം അതിൻ്റെ കരുത്ത് കാട്ടി എന്നാണ്. അതിനർത്ഥം അവിടെ കൃത്യമായുള്ള പ്ലാനും പ്രവർത്തനത്തോടു കൂടി അട്ടിമറികൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ നടന്നു എന്നാണ്. ബി ജെ പി ഒരിക്കലും സ്വപ്നം കാണാത്തൊരു അടിയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 6,500-ഓളം വോട്ട് ഭൂരിപക്ഷമുണ്ടായിരുന്ന 2021-ൽ അതേ സ്ഥലത്ത് 4,500-ഓളം വോട്ട് ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 11,000-ഓളം വോട്ട് മറഞ്ഞു അവിടെ എന്നുള്ളതാണ്. 6,500 വോട്ട് ഇങ്ങോട്ട് താന്ന് 4,500 വോട്ട് അഡീഷണൽ നേടി എന്നല്ലേ അതിനർത്ഥം? അപ്പോൾ 11,000-ഓളം വോട്ട്, 6,500 കഴിഞ്ഞിട്ടല്ലേ 4,500 ലാഭം കിട്ടുള്ളൂ. അപ്പോൾ അവിടെ 4,500 വോട്ടുകൾ അടക്കം 11,000 വോട്ട് അവിടെ മറഞ്ഞു പാലക്കാട് മുനിസിപ്പൽ ഏരിയയിൽ. പിന്നീട് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അവിടെ 4,500 വോട്ട് ഭൂരിപക്ഷം കിട്ടിയോടുകൂടി അത് മറികടക്കേണ്ട ഒരു ആവശ്യം പിന്നെ കോൺഗ്രസിനുണ്ടായില്ല. പകരം പരിയാരിയിലും കണ്ണാടിയിലും മാത്തൂരിലുമെല്ലാം പിന്നെ കോൺഗ്രസിൻ്റെ തേരോട്ടമാണ് നടന്നത്. ഒരു സ്ഥലത്ത് മാത്രമാണ്, കണ്ണാടിയിൽ മാത്രമാണ് CPM കുറഞ്ഞ വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത്. 3 സ്ഥലത്തും മൂന്നാം സ്ഥാനത്താണ് BJP.
ഈ വിധത്തിൽ 18,870 വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് ഉണ്ടാക്കിയെടുത്ത സുരേന്ദ്രനാണ്. കേരളത്തിൽ ഇപ്പോൾ സുരേന്ദ്രനെ ചോദ്യം ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളിൽ നിന്ന് അണികൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. അതിന് കാരണം എന്താണ്? ഇവിടെ കേരളത്തിൽ BJP വളരണമെന്ന് തീരെ ആഗ്രഹിക്കാത്തൊരു നേതാവുണ്ടെങ്കിൽ അത് സുരേന്ദ്രനാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളൊന്നും എടുത്തു നോക്കൂ. എന്നാൽ കേരളത്തിൽ BJP വളരാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ് സുരേന്ദ്രൻ പ്രസിഡന്റ് ആവുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, അതേപോലെ മാസപ്പടി വിവാദം, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, ഇങ്ങനെയുള്ള നിരവധി തട്ടിപ്പുകളിൽ പിണറായി വിജയനും മകളും പ്രതിയായി ജയിലിൽ അടയ്ക്കേണ്ടതായിരുന്നു. കരുവന്നൂർ ബാങ്ക് കഴിഞ്ഞ തവണ ഇലക്ഷൻ കഴിയുന്നവരെ മാത്രം നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പിണറായി വിജയന് വിദേശത്ത് 25,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും അറിയുന്ന ആൾ പിണറായി വിജയൻ്റെ വലങ്കയ്യായി പ്രവർത്തിക്കുന്ന കെ സുരേന്ദ്രനും വി മുരളീധരനാണ്. ഇവരെല്ലാവരും പിണറായി വിജയൻ ഈ കേസുകളൊന്നും വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാനോ അത് ഉപയോഗപ്പെടുത്താനോ ശ്രമിക്കാതെ പിണറായി വിജയനെയും മകളെയും കുടുംബത്തെയും സംരക്ഷിക്കുന്ന ഏർപ്പാടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതുവഴി എന്താണ് ഉണ്ടായിട്ടുള്ളത്? പാർട്ടിക്ക് വളരാനുള്ള എല്ലാ സാഹചര്യമുള്ള സമയത്ത് പാർട്ടിക്ക് വളരാൻ പറ്റാതെ വന്നു. പകരം പിണറായി വിജയൻ്റെ ആസനം താങ്ങികളായി വി മുരളീധരനും കെ സുരേന്ദ്രനും പ്രവർത്തിച്ചു. അതുവഴി പിണറായി വിജയന് ഒരു സമയത്തുണ്ടായിരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് എല്ലാം മാറിക്കിട്ടി. മാത്രമല്ല, പിണറായി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എനിക്കെതിരെ കേസുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ എനിക്കെതിരെ നടപടിയെടുക്കാത്തത് എന്നാണ്. അതിന് മറുപടി പറയേണ്ടത് ആരാണ്? കെ സുരേന്ദ്രനാണ്. അദ്ദേഹമാണ് സ്വർണ്ണക്കള്ളക്കടത്തിൽ പിണറായി വിജയനും മകളും ഉണ്ടെന്നുള്ള ആദ്യം വിളിച്ചു പറഞ്ഞത്. ഡോളർ കടത്തിലും ഇതേപോലെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ലൈഫ് മിഷൻ തട്ടിപ്പിലും പറഞ്ഞു. അവസാനം ഷോൺ ജോർജ് കൊടുത്ത SFI അന്വേഷണം കൊണ്ടുവന്ന കരിമണൽ മാസപ്പടി വിവാദത്തിലും ഇതേ കാര്യം പറഞ്ഞിട്ടുള്ള ആളാണ് കെ സുരേന്ദ്രൻ. എന്തിനെ SNC ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ കിടക്കുന്ന കേസ് വന്നപ്പോഴേ ഞാൻ സുരേന്ദ്രനെയും വി മുരളീധരനെയും വിളിച്ചതാണ്. എന്നാൽ അവർ എന്നോട് ചോദിച്ച് എനിക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് ചോദിക്കേണ്ട ആളുകൾ അത് പിന്നീട് എൻ്റെ ഫോൺ പോലും എടുത്തില്ല. അതിന് കാരണം എന്താണ്? അവർ പിണറായി വിജയനുമായി ധാരണയിലാണ്. ആ ധാരണപ്രകാരമാണ് കേരളത്തിൽ BJP ഇതേപോലെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിന് ശേഷം പാലക്കാട് പിടിച്ചെടുക്കാൻ അധിക വർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. 50,000 വോട്ട് കിട്ടിയ 2021 നിന്നും വെറും ഒരു 4,000 വോട്ട് പിടിച്ചെടുത്തിരുന്നെങ്കിൽ 54,000 ആകുമായിരുന്നു. 58,870 വോട്ട് എന്ന് പറയുമ്പോൾ ഒരു 5,000 വോട്ട് പിടിച്ചാൽ മതി. കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് ഇങ്ങോട്ട് പിടിച്ചെടുത്തിരുന്നെങ്കിൽ ആ വോട്ട് കുറയും. ഇപ്പോൾ BJPയിൽ നിന്ന് അങ്ങോട്ട് വോട്ട് പോയതിന് കാരണം സ്ഥാനാർത്ഥി ശരിയല്ലാത്തത് കൊണ്ടാണ്. ശരിയായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനോ സന്ദീപ് വാര്യരോ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ BJP ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിരുന്നേനെ. ഇപ്പോൾ തന്നെ 12 കൗൺസിലർമാർ രാജിവെച്ച് കോൺഗ്രസിൽ ചേരുന്നു എന്നുള്ള വാർത്തകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് BJPക്കുള്ളിൽ വളരെ അസ്വസ്ഥതമായി കൊണ്ടിരിക്കുന്നു. എല്ലാ വിഭാഗം ആളുകളും ഇപ്പോൾ കെ സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ചോദ്യം: ആ 10 കോടി രൂപ എന്തു ചെയ്തു? 1 കോടി പോലും അവിടെ പാലക്കാട് ചെലവഴിച്ചിട്ടില്ല. അതിനർത്ഥം ഓരോ ഇലക്ഷനിലും വരുന്ന പണം തട്ടിയെടുക്കുകയാണ് BJPയിലെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ പണി. നമുക്കറിയാം, കഴിഞ്ഞ തവണ 400 കോടി രൂപ കേരളത്തിലെത്തിയിട്ടുണ്ട്. ആ 400 കോടിയിൽ 41 കോടിയുടെ കണക്ക് ഒരാളുടെ കണക്ക് മാത്രമാണ് ധർമ്മരാജൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി 360 കോടി എവിടെ? അതിന് മുമ്പ് 200 കോടിയായിരുന്നു ഇവിടെ എത്തിയിരുന്നത് 2016-ൽ. അപ്പോഴും ഈ പണം എവിടെയാണ്, എന്ത് ചെയ്തു എന്ന് മുരളീധരൻ പറഞ്ഞിട്ടില്ല. മുരളീധരൻ വഴി അത് കൃത്യമായി വിദേശത്തെത്തിക്കുകയും മുരളീധരൻ്റെ അക്കൗണ്ടിൽ എത്തിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതാണ് BJP പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തവണയും അതേപോലെ പണം അടിച്ചു മാറ്റാനുള്ള ഒരു ഉപാധി മാത്രമാണ് BJP നേതാക്കന്മാർക്ക് ഇവിടെ വരുന്ന ഇലക്ഷനുകൾ, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകൾ. ഇവിടെ തോറ്റാലും ജയിച്ചാലും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് പോക്കറ്റിലേക്ക് പണം വീർപ്പിക്കാൻ കിട്ടും. സാധാരണ BJP പ്രവർത്തകരുടെ കഷ്ടപ്പെടുന്ന ത്യാഗം ചെയ്യുന്ന പ്രവർത്തകരുടെ ഒരു വിഷമവും ഈ നേതാക്കന്മാർക്കില്ല. കാരണം ഇവിടെയുള്ള നേതാക്കന്മാർക്കെതിരെയാണ് പാവപ്പെട്ട ഇവിടെയുള്ള BJP അണികൾ. 99% അണികളും ഇവിടുത്തെ നേതാക്കന്മാർക്കെതിരെയാണ്. പ്രത്യേകിച്ചും കെ സുരേന്ദ്രനും വി മുരളീധരനെതിരെയാണ്. ഇവരൊക്കെ ചെറിയ പുള്ളികളല്ല, ഇപ്പം വമ്പൻ സ്രാവുകളാണ്. വിദേശത്ത് കോടിക്കണക്കിന് രൂപയുണ്ടെന്നാണ് BJP പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നത്. അത് 100% ശരിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ പിണറായി വിജയനെ തൊടാതിരിക്കുന്നത്. പിണറായി വിജയനെ തൊട്ടിരുന്നെങ്കിൽ, പിണറായി വിജയനൊന്ന് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ BJP വളരുമായിരുന്നു. മകളെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ,
അതേപോലെ CPM-ലെ പ്രമുഖരായ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയുള്ള ആളുകളെയെല്ലാം അപ്പോൾ അകത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് BJP-യുടെ സ്ഥാനം എവിടെയാകുമായിരുന്നു? പകരം പിണറായി വിജയനായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് അണികളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇവിടെയുള്ളത്. അതിൻ്റെ തിരിച്ചടിയാണ് പാലക്കാട് ഇലക്ഷനിൽ BJP-ക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവിടെ സന്ദീപ് വാര്യർ ഒരു ചെറിയ പുള്ളിയൊന്നല്ല. അദ്ദേഹം പുറത്തിറങ്ങി കോൺഗ്രസിൽ നിൽക്കുന്നത് അത് വലിയൊരു കൊടുങ്കാറ്റായി കെ സുരേന്ദ്രനെതിരെയും BJP നേതൃത്വത്തിനെതിരെയും തിരിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJP-യുടെ ശക്തമായ ആക്രമണത്തിൻ്റെ മുനയായിരുന്ന എതിരാളികളോട് ഏറ്റുമുട്ടുന്ന വന്യമായി ഏറ്റുമുട്ടുന്ന സമീപനമുണ്ടായിരുന്ന സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് പോയി കോൺഗ്രസ്സിലെത്തിയിട്ടുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ വഴി പല ആളുകളും എത്താൻ പോകുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. കാരണം പലർക്കും BJP-യിൽ നിന്നും മടുത്തു, അത് നന്നാവില്ല ഇനി എന്നുള്ളതാണ് പലരുടെയും തീരുമാനം. കാരണം എത്ര പറഞ്ഞാലും നന്നാവില്ല അമ്മാവ എന്ന സ്ഥിതിയാണ് കെ സുരേന്ദ്രൻ്റെത്, അതേപോലെ വി മുരളീധരൻ്റെത്. ഇവരെ ഈ കോക്കസ് ഇവിടെ ഭരണം കിട്ടണ്ട, ഞങ്ങൾക്ക് ഇലക്ഷൻ കിട്ടിയാൽ മതി, കുറേ ഫണ്ട് അടിച്ച് മാറ്റാം, പുട്ടടിക്കാം എന്നുള്ളതാണ് ഇവരുടെ ശൈലി. അതിനുള്ള തിരിച്ചടികൾ BJP-ക്കുള്ളിൽ തുടങ്ങിക്കഴിഞ്ഞു. വലിയ തോതിൽ ഇനി BJP-യിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകും. കെ സുരേന്ദ്രനൊന്നും അവിടെ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരിക്കില്ല. കൊണ്ട് കെ സുരേന്ദ്രന് നിലനിൽക്കുക അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നന്ദി, നമസ്കാരം.